ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയത്തിൽ നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ, അതും കുക്കറിൽ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ്, പിന്നെ കുറച്ച് ഓയില്, രണ്ടും കൂടി നന്നായിട്ട് ചൂടാക്കുക. അതിലേക്ക് പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ മൂന്നും കൂടി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തത് അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ഉള്ളി ഇടുക. ഒരു 3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, മീഡിയം സൈസുള്ള. അതും ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് ബ്രൗൺ കളർ ആയിട്ടാകുമ്പോൾ അതിലേക്ക് 3.5 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല, 2.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇവ ഇട്ട് നന്നായി പച്ചമണം മാറുന്നത് ഇളക്കിയെടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പുതിന ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് അടച്ചൊന്ന് വേവിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുക്കറിനെ മൂടിയിട്ടിട്ടും ഒരു വിസിൽ വരുന്നവരെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം അതിൻ്റെ എയർ കളഞ്ഞിട്ട് തുറന്നെടുക്കുക. പിന്നെ അരി എടുക്കുക. ഞാനിവിടെ 1.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് 1.5 ഗ്ലാസ്സിന് ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടും. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും, ചൂടുവെള്ളം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി നെയ്യും ആഡ് ചെയ്ത് പിന്നെ മല്ലിയില ഇട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെക്കുക. 10 മിനിറ്റേ വേണ്ടു. മാക്സിമം 20 മിനിറ്റ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ സമയം വേണ്ടു. എന്നിട്ട് വിസിൽ വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ എയർ പോകുന്നത് വരെ കാത്തു വെക്കുക. പിന്നെ അത് തുറന്ന് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ബിരിയാണിയാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.